ഹായ്, ഞാൻ ദീപ. ഇന്നും സമ്മർ വെക്കേഷൻ വ്ളോഗ് തന്നെയാണ്. നമ്മൾ മൂന്നാറൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിറ്റേന്ന് ഈസ്റ്റർ ആയിരുന്നു. അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഈസ്റ്ററിൻ്റെ പ്രത്യേകത എന്നതിനെക്കാട്ടിലും നമുക്ക് ഏപ്രിൽ 17-ാം തീയതിയാണ് നമ്മുടെ ബിജുവിൻ്റെ പപ്പയുടെ ബർത്ത്ഡേ വരുന്നത്. അന്ന് തന്നെയാണ് പപ്പയുടെ മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി. അത് കണക്കാക്കി തന്നെയാണ് ഞങ്ങളുടെ കല്യാണവും വെച്ചിരുന്നത് ഏപ്രിൽ 17-ന്. അപ്പം ഞങ്ങളുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് തന്നെയാണ്. അപ്പോൾ സാധാരണയായിട്ട് ഈ സമ്മർ വെക്കേഷന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ കമ്പൈൻഡ് ആയിട്ടൊരു കേക്ക് മുറി നടത്താറുണ്ട്. അപ്പം അത് ഇന്നാണ് പറ്റിയത്. കാരണം കറക്റ്റ് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് നമ്മൾ മൂന്നാർ പോയത്. അപ്പം അന്ന് പരിപാടികളൊന്നും നടന്നില്ല. പിന്നെ എല്ലാവരും കൂടെ വരണമല്ലോ. അപ്പോൾ ഇപ്പം ബിജുവിൻ്റെ 3 പെങ്ങന്മാരെ സ്ഥലത്തുണ്ട്, പലരും പലയിടത്താണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നൊരു സമയത്താണ്. ഇനി ഒരാളും കൂടി ഉണ്ട്, അയാൾ UK-ലാണ്. അയാൾ ഒരു 4 വർഷമൊക്കെ കൂടുമ്പോഴൊക്കെ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. പുള്ളിക്കാരിയും കൂടെ ഉള്ളൊരു സമയം എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും ഈ സമ്മർ വെക്കേഷൻ ഇവരിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാ കസിൻസും ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരിക്കും. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കളികൾ, പലരുടെയും പല സൈഡിൽ നിന്നുള്ള കളികളും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ എല്ലാവരും ഒറ്റയ്ക്കാണ്. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ചെല്ലുന്നതെങ്കിൽ പിന്നെ ഫോണും പിടിച്ച് അവിടെ ഇവിടെ മാറിയിരിക്കലേ പണിയുള്ളൂ. പിള്ളേരൊക്കെ കൂടെ ഉണ്ടെങ്കിലാണ് ഒരു രസം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഇതാണ്, സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ അല്ലെങ്കിൽ യാത്രകളൊക്കെ ആയിട്ട്. ഇത്തവണ നമ്മൾ യാത്രകളൊന്നും പോയില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് പോയത്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു തേക്കടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ കേക്ക് കട്ടിംഗ് ആണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അതിനുശേഷം പിന്നെ ഓരോരുത്തരായിട്ട് തിരിച്ചവരവരുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. നമുക്ക് തിരുവനന്തപുരം പോകണം. ഇപ്പോൾ നമ്മളൊരു രാത്രി ഒരു 7 മണിയൊക്കെ ആയതിനു ശേഷം ഇറങ്ങിയത്. അല്ലാതെ ബിജുവിൻ്റെ രണ്ടാമത്തെ പെങ്ങൾ അവർ കൊല്ലത്ത് പോകണം. അവരുടെ വീട് അവിടെയാണ്. അവർ സെറ്റിൽ ആയേക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ അതിനുശേഷം ഒരു ബാംഗ്ലൂരേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ ബാക്കി 2 പേര് അവിടെ കുറുമ്പനാടത്ത് തന്നെയുണ്ട്. ഒരാൾക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഇൻഫോസിസിലാണ്. അപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പോവുക ചെയ്യുന്നത്. പിന്നെ ഒരു ചേച്ചി ഉള്ളത് UK-ൽ. അപ്പം നമ്മുടെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ സെഷനാട്ടോ. അപ്പോൾ ഇതൊരു വളരെ അങ്ങനെ കാര്യമായിട്ട് പറയാനായിട്ടൊന്നും ഇല്ലാത്ത ഒരു വ്ളോഗാണ്. ഇപ്പം നമ്മുടെയൊക്കെ കുഞ്ഞിലേ ഉണ്ടല്ലോ, എനിക്കൊക്കെ ഒരു മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിലെ അച്ചാച്ചിയുടെയും അമ്മച്ചിയുടെയും നാട്ടിൽ പോകുക എന്നുള്ളതാണ്. അച്ചാച്ചിയും അമ്മച്ചിയും 2 പേരും ആലപ്പുഴക്കാരാണ്. ഒരാൾ തത്തമ്പള്ളി, ഒരാൾ പഴങ്ങാടി. അപ്പോൾ 2 പേരുടെയും വീട്ടിൽ പോവുക, അവിടെയുള്ള കസിൻസിനെ എല്ലാം കാണുക. പക്ഷേ ഇപ്പം ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ പോക്ക് വളരെ കുറവാണ്. ഇപ്പോഴും ഞാനും ആലോചിക്കുന്നത്, ഇപ്പം അന്നയുടെ 10th കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു വെക്കേഷൻ ടൈമൊന്നും കാണത്തില്ലല്ലോ. ഇവർക്ക് എനിക്കൊന്ന് +2 വരെയൊക്കെ അത്യാവശ്യം കാണും. അത് കഴിഞ്ഞാൽ പിന്നെ പലർക്കും പല സമയത്തായിരിക്കുമല്ലോ വെക്കേഷൻ വരുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരുമിച്ച് കൂടാനുള്ള അവസരമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഇപ്പോഴും ഞാൻ ചെറിഷ് ചെയ്യുന്ന കുറേയധികം മെമ്മറീസ് എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിൽ പോയി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അവിടെയുള്ള കസിൻസ്, പിന്നെ വീടിൻ്റെ തൊട്ട് അയൽവക്കത്തൊക്കെ ഉള്ള ആൾക്കാർ, അവരുമൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര കണക്ഷൻ ആയിരിക്കും. നമ്മളുമായിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ നമുക്ക് കുറച്ചും കൂടെ അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ആൾക്കാരാണ് അങ്ങോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും. കാരണം നമ്മളിവിടെ ട്രിവാൻഡ്രം സിറ്റിയിൽ താമസിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു റൂട്ടീൻ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു. സ്കൂളിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓഫീസിലെ കുറച്ച് പേരുണ്ടെന്നുള്ളതല്ലാതെ അയൽവക്കത്ത് അത്രയ്ക്ക് നമ്മളങ്ങനെ മിങ്കിളാവാൻ സാഹചര്യവും കിട്ടാറില്ല. നമ്മളതിന് ശ്രമിക്കാറുമില്ല. കാരണം നമുക്ക് പലപ്പോഴും അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായി തീരുന്നതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് മിങ്കിളാവാറില്ല. പക്ഷേ നാട്ടുമ്പുറത്ത് ചെല്ലുമ്പോൾ അങ്ങനെയല്ല. അവിടുത്തെ രീതി ഭയങ്കര ഡിഫറെൻറ്റാണ്.
അപ്പം നമ്മൾ തന്നെ ആലോചിക്കും, തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പുറത്തുള്ളവർക്കൊക്കെ സകല കാര്യങ്ങളും അറിയാം, അവരുടെ ബന്ധുക്കളെ വരെ അറിയാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെന്ന് കഴിയുമ്പോഴാണെങ്കിലും എൻ്റെ ഒരു മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഒരു കസേര വലിച്ചിട്ടിരുന്ന് മമ്മി പറയുന്ന അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരുടെയും പിന്നെ ബന്ധുക്കളുടെ ഒക്കെ ന്യൂസ് പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. എനിക്ക് വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല, ചെല്ലുക, വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കുക, അതാണ്. അപ്പം മിക്കവാറും ഈ നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടിയിട്ട് പോകുമ്പം ഉള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കും. എന്നാലും അതല്ലല്ലോ, നമ്മൾ നേരിട്ടാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇരുന്ന് സംസാരിച്ച്, അതാണ് എൻ്റെ ഒരു മെയിൻ ഹോബി. പിന്നെ പിള്ളേർക്കാണെങ്കിലും കസിൻസും ഒക്കെ ആയിട്ട് നല്ലൊരു ബോണ്ടിങ് ആണ് ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെയൊക്കെ സമയത്ത് കസിൻസിനെ ആണെങ്കിലും തൊട്ടപ്പുറത്തുള്ള ഫ്രണ്ട്സിനെ ആണെങ്കിലും അവിടെ നിന്ന് സംസാരിച്ച് പിന്നെ ഇങ്ങനെ തിരിച്ച് പോന്നു കഴിഞ്ഞാൽ പിന്നെ കണക്ഷൻ ഇല്ല. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പം പണ്ട് നമ്മൾ ഒരുമിച്ച് കളിച്ച് നടന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്കങ്ങ് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് കണക്ഷനൊന്നുമില്ല, അവരുടെ കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഇപ്പം എന്താ അവരുടെ ലൈഫിൽ അതൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ ഈ പിള്ളേർക്ക് അങ്ങനല്ല, ഇപ്പോഴും ഫോണൊക്കെ ഉള്ളതുകൊണ്ടേ അവർക്കതൊക്കെ ആ ഒരു കണക്ഷൻ ഇട്ട് പോകാനും ഇൻസ്റ്റയൊക്കെ വഴി സംസാരിക്കാനും ഒക്കെ ഉള്ളൊരവസരമുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊന്നുമല്ല, ചുമ്മാ ഒരു റീലിന് വേണ്ടിയിട്ട് എടുത്ത കുറച്ച് വിഷ്വൽസാണ്, എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു കുഞ്ഞി വ്ളോഗ്. ജസ്റ്റ് ആൾക്കാരെ എല്ലാം ഒന്ന് പിന്നെ ഒരിക്കൽ കാണാനായിട്ട് ഒരു മെമ്മറി കണക്ക് ചെയ്തതാണ്, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇറങ്ങാറായി. 7 മണിയായപ്പോൾ നമ്മളും ഇറങ്ങി. രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പം വീടെത്തി. ബാക്കിയുള്ളവർ അതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി. അപ്പോൾ നമ്മുടെ സമ്മർ വെക്കേഷൻ 2025 കഴിഞ്ഞു.